നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 ഏറ്റവും പുതിയ വാർത്തയായി വന്നിരിക്കുന്നത് പ്രശസ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂർ ബോച്ചെ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായി കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു യാത്രാവേളയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഹണി റോസ്, പ്രശസ്ത സിനിമാ നടി ഹണി റോസിനെ പല പ്രാവശ്യമായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയും, അതായത് ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തി അവഹേളിച്ചു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബോച്ചയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് കുറെ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ധാരണയിലെ അവിടുന്ന് പോരുന്ന വഴിക്ക് അദ്ദേഹത്തെ പോലീസ് വഴിയിൽ വെച്ച് തടഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തെ ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീപ്പിൽ കയറ്റി കൊണ്ടുവരുന്ന ഒരിതാണ്. അദ്ദേഹത്തിന്റെ രണ്ട് സൈഡിലായിട്ട് പോലീസ് മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കാതിരിക്കുവാനായിട്ട് രണ്ട് സൈഡിലും ഒക്കെ പോലീസുകാർ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ജ്വല്ലറിയിലെ ഉദ്ഘാടനത്തിന്, അതായത് കണ്ണൂരുള്ള ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ സ്റ്റേജിൽ വെച്ച് മോശമായി പെരുമാറി എന്നുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നടിയുടെ അനുവാദമില്ലാതെ അവരുടെ കഴുത്തില് ഈ പറഞ്ഞ കൈവെക്കുകയും അതുപോലെ ഈ പറഞ്ഞ നെക്ലേസും കാര്യങ്ങളും ഒക്കെ അണിയിക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയും അതുപോലെ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളയിടിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ ഉള്ള പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിനോട് തിരിച്ച് ചോദിച്ചപ്പോഴേ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, മോശമായി ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ആ ഒരു പരാമർശത്തോടെയല്ല ചെയ്തത്. പല VIP-കളും ഇതുപോലെ എന്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ, ഇവർ മാത്രമല്ല പലരും വരുമ്പോൾ ഞാൻ അവരുടെ കഴുത്തിൽ മാലയണിയിക്കാറുണ്ട്, അതുപോലെ തന്നെ വളയിടാറുണ്ട് എന്നുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം തിരിച്ച് പ്രതികരണമാണ് നൽകിയത്. എന്നിരുന്നാലും അദ്ദേഹം ഈ നടി പറഞ്ഞത് തന്നെ അതുപോലെ മോശപ്പെടുത്താനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തുടർന്ന് ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ മോശം പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി. അതിനെതിരെയാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും കർശന നടപടി ഉണ്ടാകണം. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത ഉടനെ അവര് നന്ദിയാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ പോലീസിന്റെ കൂടെ മറ്റ് അകമ്പടി വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വാഹനത്തിൽ ചെന്ന് ഈ പറഞ്ഞ വയനാട്ടിൽ ചെന്ന് ഈ ബോബി ചെമ്മണ്ണൂരിനെ അവിടുന്ന് പോരുന്ന വഴിക്ക്, അദ്ദേഹം അടുത്ത ദിവസം വേറൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനമുണ്ട്. ആ ഉദ്ഘാടനത്തിന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അതിനുവേണ്ടി പോകാനായിട്ടുള്ള ഒരുക്കമാണ്. വയനാട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് പോലീസ് പെട്ടെന്ന് തന്നെ വന്ന് വഴി വിലങ്ങ വണ്ടി ഇട്ടിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ട് പോരുകയാണ് ചെയ്തത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ നിർണായകമാണ്. ഇനിയും ഈ ബോബി ചെമ്മണ്ണൂർ നിയമ സാധ്യത എങ്ങനെ ഈ പറഞ്ഞ പുറത്തേക്ക് വരും, അതിനുള്ള കാര്യങ്ങളൊക്കെ നിയമവിദഗ്ധരുമായിട്ടൊക്കെ ഇനി ആലോചിക്കാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് വരും മണിക്കൂറിലേ അറിയുവാൻ സാധിക്കുള്ളൂ. ഏതായാലും കേരള ജനത ഈ പറഞ്ഞ വാർത്ത വലിയ ഒരു ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇനി അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ, ഇനി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമോ, ജാമ്യം കിട്ടുമോ, എങ്ങനെയുള്ളതാണെന്ന് ഇനി വരും മണിക്കൂറിലേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ബോബി ചെമ്മണ്ണൂറിന് വലിയ ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പ്രശസ്ത സിനിമാടി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് നമ്പർ 1 നായികമാരിൽ ഒരാളാണ്. അവർക്കും വളരെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ഈ കേരളത്തിലെ വലിയ VIP-കൾ തന്നെയാണ്. അപ്പോൾ ഇനിയും വരും മണിക്കൂറിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഏതായാലും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.